ഗൈസ്, ഞാനിപ്പം കോട്ടയം ഇന്നത്തെ റൈഡ് കുമരകമാണ്. സോ കുമരകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 17 കിലോമീറ്ററോളം ടോട്ടൽ. അപ്പം ഞാനൊരു പാലത്തിൻ്റെ അവിടെ നിർത്തിയതാണ്. നല്ല വ്യൂ ആണ്, നല്ല കാലാവസ്ഥയാണ്. അങ്ങോട്ട് സ്ട്രെയിറ്റ് റോഡ്, നമ്മുടെ ആലപ്പുഴയുടെ AC റോഡ് പോലെ സ്ട്രെയിറ്റ് ഇങ്ങനെ കിടക്കുക. കൊള്ളാം. രാവിലെ ഒരു 5:15 ക്യാബ് ഇറക്കി. അപ്പം 5:15 ഇറങ്ങിയിട്ട് ഞാൻ റെസ്റ്റ് ഒന്നും കൊടുത്തില്ല ഈ പ്രാവശ്യം ചവിട്ടിയപ്പം. ടോട്ടൽ ഒരു 60 കിലോമീറ്റേഴ്സ് ഉണ്ട് കുമരകം, ഞാൻ വീടിൻ്റെ അടുത്ത് നിന്ന്. അപ്പം ഇനിയൊരു 17 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഒരു 43 കിലോമീറ്റേഴ്സ് ഞാൻ ചവിട്ടിയിട്ടുണ്ട് വൺ സ്ട്രെച്ച്. കുഴപ്പമില്ലായിരുന്നു, രസമായിരുന്നു. ഇവിടെ ആയപ്പോഴത്തേന് അണച്ച് വാരി അവസാനം ഞാൻ വിചാരിച്ച് റെസ്റ്റ് എടുക്കാതെ. അപ്പം അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും കുമരകം ബേർഡ് സാങ്ച്വറിയാണ് ഡെസ്റ്റിനേഷൻ. ലൊക്കേഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടല്ല, ലൊക്കേഷൻ ഇപ്രാവശ്യം ഞാൻ ഇട്ടിട്ടാവുന്നത്. ചിങ്ങവനം കഴിഞ്ഞപ്പം ഞാൻ ചിങ്ങവനം കഴിഞ്ഞപ്പം ഇതിട്ടു, ലൊക്കേഷൻ ഇട്ട് ഇപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. ബാക്കി ഇനി ചെന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ബേർഡ് സാങ്ച്വറി, ഞാൻ നേരത്തെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം നോക്കാൻ ചെന്നിട്ട് അങ്ങനെ ആ കാര്യങ്ങളെന്നൊക്കെ. ഇവിടുന്ന് ചെറുക നീങ്ങട്ടെ, ഞാൻ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ കുമരകം ബേർഡ് സാങ്ച്വറി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യമാണോ എന്നറിയത്തില്ല, ഓഫ് സീസണാണ്. സോ ബേർഡ് സൈറ്റിങ് കുറവാണെന്നാണ് ടിക്കറ്റ് പറഞ്ഞത്. ടിക്കറ്റിന് 100 രൂപയായി. അവിടെ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ റേറ്റാണ് ടിക്കറ്റിന്. ഫോറിനേഴ്സിന് 250, വിത്ത് സ്റ്റുഡൻസ് വിത്ത് ടീച്ചേഴ്സിന് 50, അല്ലാതെ ഇന്ത്യൻസിന് 100. അങ്ങനെ ഞാൻ അവിടെ കണ്ടത്. ഓഫ് സീസൺ ആണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിടക്കുവാണ്. ഇത് 2 കിലോമീറ്റർ വൺ സൈഡ് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഞാൻ ഇങ്ങനെ ചെറുക നടന്നുകൊണ്ടിരിക്കണേ, വന്നേ ഉള്ളൂ. കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പം ഇങ്ങനെ കിടക്കുവാണ് സംഭവം. ഈ ചെറിയൊരു അരുവിയും ഒരു തോട് പോലെ എന്താ ചെറിയൊരു സാധനമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. നോക്കട്ടെ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് നൈസാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ടൗണിൽ നിന്ന് മാറിയിട്ട് നല്ല രസമാണ്. ഇതിൻ്റെ അകത്ത് നല്ലൊരു ചെറിയ തണുപ്പും അതേപോലെ തന്നെ ഫുള്ള് വെയിലൊക്കെ ഇങ്ങനെ ഒരു മരത്തിൽ നിന്നൊക്കെ സൈഡിലേക്ക് തട്ടി അങ്ങനൊരു സീന്. കൊള്ളാം, വിസിറ്റ് ചെയ്യാൻ കൊള്ളാം. പക്ഷെ എനിക്ക് തോന്നുന്നു സീസൺ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി സൈറ്റിങ്സ് കിട്ടും ബേർഡ്സിൻ്റെ ഒക്കെ. അത് ആ ഒരു സീസൺ ഇപ്പം മാർച്ച് ടു ജൂലൈ എന്നാണ് അവർ പറഞ്ഞ സീസൺ എന്ന് പറഞ്ഞ ടൈം. ആ ടൈം ആകുമ്പോൾ ഇവിടെ ബേർഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓഫ് സീസണാണ്, അപ്പം ബേർഡ് സൈറ്റിങ്സ് ഭയങ്കര കുറവാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഒരു പ്ലേസ് കാണാൻ പറ്റിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ലോങ് ട്രിപ്പ് പോയത് എനിക്ക് തോന്നുന്നു കൊല്ലമാണെന്ന് തോന്നുന്നു, കൊല്ലം ബീച്ച്. സോ അതിൻ്റെ ഒരു കൂട്ടുകാരി ഇതുപോലെ ഞാൻ ചാറ്റ് ചെയ്ത സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പം അടുത്തൊരു ഡെസ്റ്റിനേഷൻ എനിക്ക് ചൂസ് ചെയ്ത് തരാമെന്ന് വെച്ചു. പറഞ്ഞ് കൊല്ലം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊല്ലം പോയി. പക്ഷെ പുള്ളിക്കാരി കാണാനൊന്നും പറ്റിയിട്ടില്ല. കൊല്ലം ചെന്ന സമയത്ത് ഓഗൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഗവൺമെൻറ്റിൽ റിട്ടയർഡ് ആയിട്ടുള്ളൊരു പുള്ളിക്കാരനെ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടാണ്. പുള്ളി ഇങ്ങനെ സംസാരിച്ച് അപ്പം നമ്പറൊക്കെ മേടിച്ചു. ഭയങ്കര സന്തോഷമായി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം തെന്മല പോയി കഴിഞ്ഞ് വന്നിട്ട് നെക്സ്റ്റ് സൺഡേ, അപ്പോൾ ആ സൺഡേസ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ആ സമയത്ത് പുള്ളി എന്നെ ഇതുപോലെ കോൾ ചെയ്തു രാവിലെ. അപ്പം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കോളായിരുന്നു. അപ്പം ഞാൻ എടുത്തു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വിളിച്ചെന്ന് പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ 2 സൈക്കിൾ മേടിച്ചു. ഒരെണ്ണം ഹൈബ്രിഡും പിന്നെ വേറെ MTBയുടെ 2 സൈക്കിൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ട്രിവാൻഡ്രം ഡെക്കാത്തലോണിൽ നിന്നാണ് പുള്ളി മേടിച്ചത്. അപ്പം അവിടുന്ന് പുള്ളി ചവിട്ടി വീട്ടിൽ വരെ വന്നു. ഇപ്പോൾ ഒരു 40 കിലോമീറ്റേഴ്സ് അങ്ങനെ ഉണ്ട്. അപ്പം കേട്ടപ്പോൾ വളരെ സന്തോഷമായി. പുള്ളി പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, ഭയങ്കര ഹാപ്പിനെസ് കിട്ടി. സൈക്കിൾ കിട്ടിയ സമയത്ത് നമ്മൾ വിചാരിക്കുന്നതല്ല
അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ സത്യമായിട്ട് കഴിഞ്ഞാൽ നല്ലൊരു നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടായി ഭയങ്കരമായിട്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ തന്നെ എപ്പോഴും പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. സോ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഓഗൻ സാർ എനിക്ക് തോന്നുന്നു പുള്ളി റിട്ടയർഡാണ്, ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയറായി നിൽക്കുകയാണ്. പുള്ളി റിട്ടയർമെൻറ്റ് ലൈഫ് സൈക്ലിങ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ്. ബിക്കോസ് പുള്ളി എനിക്കൊന്ന് 50+ ഏജ് ഉണ്ട് പുള്ളിക്ക്. പുള്ളിയും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എല്ലാവരും അതിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കൊള്ളാം, കുമരകം ബേർഡ് സാങ്ച്വറി ഈസ് ഗുഡ്, ലുക്കിംഗ് ഗുഡ്. അയ്യോ മുള്ളൊക്കെ ആണല്ലോ. അയ്യോ 1 മിനിറ്റ് ഗൈസ്. ഇങ്ങനെ കയറുന്ന വാവ്. ഓ അടിപൊളി അങ്ങോട്ട് കിടക്കുന്നു കേട്ടോ. നല്ല രസമുണ്ട്. വാ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് സത്യമായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. കൊള്ളാം. ഒറ്റയ്ക്കാണ് ലൈക്ക് ഒരു 3-5 ഹിന്ദിക്കാർ, നോർത്ത് ഇന്ത്യൻസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനങ്ങോട്ട് എന്താ റീൽസൊക്കെ എടുത്തിട്ടിരിക്കുകയായിരുന്നു. എടുക്കാൻ പറ്റിയില്ല, നമ്മൾ മോശമില്ല എൻ്റെ ഇടയ്ക്ക് എടുക്കുന്നത്. സോ അത് കൊള്ളായിരുന്നു, രസമായിരുന്നു. അവർ റീൽസൊക്കെ എടുത്ത് എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതിന്. കൊള്ളാം. ഇത് നൈസാണ് കേട്ടോ, നൈസ്. എൻ്റെ വീഡിയോ എനിക്ക് ഫുള്ള് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങറ്റം വരെ കാണാം. എനിക്ക് കണ്ണും കൊണ്ട് കാണുമ്പോൾ എനിക്ക് രസമുണ്ട്. പക്ഷേ ക്യാമറയ്ക്കകത്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ശ്രമിക്കാം, അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. നമുക്ക് ചെറിയൊരു സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല കിട്ടുമെന്ന്. ചടിപ്പോയി ആമയാണ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കാടിനകത്തൊക്കെ നമ്മൾ വേറെ ആനിമൽസിനെ കാണുമ്പോൾ ഓരോ ഇതല്ലേ. സോ ഞാനിപ്പോൾ ഒരു പുള്ളിക്കാരനെ പറ്റിയിട്ട് വിജയ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. സോ പുള്ളിക്കാരൻ ഇവിടെ അല്ല, വെളിയിലാണ്. പുള്ളിയുടെ മോന് ഓടി ഫ്രണ്ടിലോട്ട് പോയപ്പോൾ പുള്ളി ഓടിപ്പോയി. എനിക്കൊന്ന് സൗണ്ട് കേൾക്കാൻ തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നത് പുള്ളിയുടെ മോൻ്റെയാണ്. രസമായിരുന്നു. പുള്ളി വന്ന് ഇങ്ങോട്ട് പരിചയപ്പെട്ടു കേട്ടോ. My name is Abhijay. Vijay. Okay, which class are you in? I'm in grade 2. What? Grade 2. Grade, oh, sorry. Okay. So which country are you in? I'm from Canada. Canada. How many years? 8-9 years. 8-9 years. Yeah. Vijay, come back. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വിജയ്. ഓക്കെ, ഇപ്പോൾ പരിചയപ്പെട്ടുള്ളൂ. പുള്ളി തമിഴ്നാട്ടിൽ നിന്നാണ്. പുള്ളി ഇപ്പം സെറ്റിൽഡ് ഇൻ കാനഡ, റൈറ്റ്? യാ, ഓക്കെ. So nice meeting you. Yeah, thank you. Okay. Yeah, send me your channel. Cycle Syndicate. The Cycle Syndicate. Yeah, subscribe to Cycle Syndicate. Yeah, okay. പുള്ളി നല്ലൊരു മനുഷ്യനുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന് പ്രൊമോഷനൊക്കെ തന്നിട്ട് പുള്ളി ഓടിയിട്ടുണ്ട് മോൻ്റെ പറയാൻ. പുള്ളി എന്നോട് ആദ്യം വന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ പുള്ളി ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം മോനോട് സംസാരിച്ചില്ല. അപ്പോൾ എന്നെ കണ്ടിട്ട് ചെറുക്കാൻ ഒറ്റ ഓട്ടം. സോ പുള്ളി തന്നെ പറഞ്ഞു വീഡിയോ എടുത്തോ കുഴപ്പമില്ലെന്ന്. അപ്പം ഞാനങ്ങ് എടുത്തു. അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്.